ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് ഞങ്ങൾ 4 പേരും കൂടെ, പിന്നെ അനീറ്റയുടെ മോനുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 5 പേരും കൂടെ ഒരുമിച്ച് കൊച്ചി വണ്ടർലയിലേക്ക് പോവാണ്. അവിടെ നിന്ന് പോയി ഇന്ന് എൻജോയ് ചെയ്യണമെന്നവർക്ക് ഭയങ്കര ആഗ്രഹം, അഞ്ജുവിനും ആൽവിനും. ഞങ്ങൾ ഓൾറെഡി കഴിഞ്ഞ വർഷം പോയേക്കുന്നതാണ്. അന്ന് ആൽവിൻ ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ ഒപ്പം. ഞങ്ങളും പിന്നെ സണ്ണി ഫാമിലി ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് പോയതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം വന്നതുകൊണ്ട് തന്നെ സണ്ണി ഫാമിലി ഇന്നും വരുന്നില്ല. അപ്പോൾ ഞങ്ങളും പിന്നെ കൂട്ടത്തിൽ അനീറ്റിയുടെ മോനെയും കൂട്ടുന്നുണ്ട്. അവനും വരാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ അവനെയൊക്കെ കൊണ്ട് ഞങ്ങൾ വണ്ടർലയിലേക്ക് പോവാം. നല്ല പെരുമഴ ദിവസമാണ്. എനിക്ക് മഴ ഉണ്ടോ, സൂപ്പർ മഴയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ എല്ലാ റൈഡ്സിനും കയറാൻ പറ്റുമോ, എൻജോയ് ചെയ്യാൻ പറ്റുമോ ഒന്നും അറിയില്ല. ഗ്രേസിൻ്റെ സ്കൂൾ ബസ് ഗ്രേസ് ഇപ്പോൾ സ്കൂളിലേക്ക് പോകും. ഗ്രേസൊക്കെ കഴിഞ്ഞ വർഷം പോയതാട്ടോ, ഗ്രേസും സണ്ണിയൊക്കെ. ഞങ്ങൾ ടിക്കറ്റ് 2-3 ദിവസം മുമ്പ് ബുക്ക് ചെയ്തതാണ്. ഇന്നിങ്ങനെ മഴ ദിവസമായിരിക്കും വിചാരിച്ചില്ല. എന്തായാലും നല്ല പെരുമഴ ദിവസമാണ്. എന്താണ് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. എല്ലാവരുടെയും ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തേക്കണ്ട. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ റൈഡ്സുകളിലേക്ക് കയറാം. 11 മണി തൊട്ടാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങാൻ പോവാം. പോകുന്ന വഴിക്ക് അനീറ്റിയുടെ മോനെയും പിക്ക് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. സൂപ്പർ മഴയാണ്. ഞങ്ങളെന്തായാലും ഇറങ്ങാണ്. അപ്പോൾ അതേ ചേട്ടൻ വണ്ടി ഫ്രണ്ട് സൈഡിൽ ഗ്ലാസ്സൊക്കെ ഒന്ന് കഴുകിക്കൊണ്ടിരിക്കണം. ഇനി അനീത്തിൻ്റെ വീട്ടിൽ പോയി അനീത്തിൻ്റെ മോനെയും കൂടെ കൂട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട്. അഞ്ചു ഞാനും ചേട്ടനും ഞങ്ങളൊക്കെ ഒരുവിധം വെള്ളത്തിൽ ഇറങ്ങാനുള്ള ഡ്രസ്സുകളൊക്കെയാണ് എടുത്തിട്ടേക്കണം. ആൽവിൻ ചേഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇനി അവിടെ ചെന്ന് കഴിയുമ്പോൾ ആൽവിൻ ഇതാണ് ഉടനെ വെള്ളത്തിൽ ഇറങ്ങാൻ നേരത്തും അല്ലല്ല ചേഞ്ച് ചെയ്യും. അവിടെ ചെന്നിട്ട് ആൽവിൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ പോന്ന് അന്നമന്നയുടെ എത്തി. ഇനി നമുക്ക് പൊത്തുശ്ശേരി കൂടി വേണം പോകണമെങ്കിൽ അനീറ്റിയുടെ മോനെ പിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ നേരെ ഇനി പൊത്തുശ്ശേരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ അനീറ്റിയുടെ വീടിൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പോൾ വീട്ടിലേക്ക് കയറണമെന്നില്ല. ഞങ്ങൾ അനീറ്റിയുടെ മോനെയും കൂട്ടി ഇവിടെ തന്നെ വേഗം സ്ഥലം വിടണം, അല്ലെങ്കിൽ നമുക്ക് ലേറ്റ് ആവും. അപ്പോൾ അങ്ങനെ ദേ അമ്മ മോനെ ഇവിടെ എത്തിക്കാനായിട്ട് ദേ വരുന്നു. കൊടയൊക്കെ ചൂടി 2 പേരും കൂടെ ദേ എത്തി. ഗുഡ് മോർണിംഗ്. നല്ല സൂപ്പർ മഴ കേട്ടോ. ഞങ്ങളങ്ങനെ പോന്ന് അത്താണി കഴിഞ്ഞു. നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. 11 മണിക്കാണ് ഓപ്പൺ ആവുന്നത്. അപ്പോഴേക്കൊന്നും മഴ കുറഞ്ഞാൽ മതിയായിരുന്നു. എന്നാലും നമുക്ക് എല്ലാ റൈഡ്സുമേയും ഒക്കെ പോകാൻ പറ്റുള്ളൂ. എന്താ ഇവർക്ക് താല്പര്യമുള്ള റൈഡ്സുകളുമൊക്കെ ഇരിക്കണമെങ്കിൽ ആ സമയത്ത് മഴയും കൂടെ ഇല്ലാതിരിക്കണം. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷം പോയതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് വലിയ എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നില്ല. ഓൾറെഡി 1 ടൈം പോയ കാരണം കൊണ്ട് മഴ മാറി കിട്ടണം, അതാണ് ഇപ്പോഴത്തെ പ്രാർത്ഥന. നല്ല കോരി ചൊരിയുന്ന മഴ കേട്ടോ. എന്നാലും ആൽവിനും അഞ്ജുനും ഭയങ്കര ആഗ്രഹമായിരുന്നു ചേട്ടൻ വന്നതിന് ശേഷം നമുക്ക് എന്തായാലും വണ്ടർലയിൽ ഒന്ന് പോകണമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, എനിക്കും ചേട്ടനും. പക്ഷെ ആൽവിൻ വന്നപ്പോൾ അഞ്ജുവിന് ഇൻട്രസ്റ്റ് കൂടി. അപ്പൊ എന്തായാലും പോവാന്ന് വിചാരിച്ച്. ഇവരാണെങ്കിൽ പ്രാവശ്യം എവിടെയും ടൂറും കാര്യം അങ്ങനെയൊന്നും പോയൊന്നുമില്ല. നമ്മള് റിലേറ്റീവ്സിന്റെ ഒക്കെ വീടുകളിൽ പോയതല്ലാണ്ട് വേറെ എവിടേക്കൊന്നും പോയില്ല. എന്നാ ഒന്ന് കൊണ്ടുപോകാന്ന് പിന്നെ ഞങ്ങളും വിചാരിച്ചു. അവർ 2 പേരും തന്നെ പോകാനും തയ്യാറായിരുന്നു. പക്ഷെ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളും കൂടെ പോകാന്നും പറഞ്ഞ് അങ്ങനെ കൂട്ടത്തിൽ പോകുന്നതാണ് ഞങ്ങൾ എന്തായാലും പോകുന്ന വഴിക്ക് എടപ്പള്ളി പള്ളിയിൽ ഒന്നും കൂടെ കയറി മെഴുകുതിരിയൊക്കെ ഒന്ന് കത്തിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ അങ്ങോട്ടേക്ക് തിരിഞ്ഞു. അങ്ങനെ പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ക്യാൻഡിലൊക്കെ കത്തിക്കാൻ കേട്ടോ. ഞങ്ങൾ അന്ന് വന്നപ്പോ അന്ന് കത്തിക്കാൻ പറ്റില്ല. ക്യാൻഡിലൊക്കെ വാങ്ങിച്ചെങ്കിലും അന്ന് കത്തിച്ചില്ലായിരുന്നു. കൊന്തയും ബുക്കും മെഴുകുതിരിയൊക്കെ അന്ന് വാങ്ങിച്ച് എല്ലാം കൂടെ ഒരുമിച്ചൊരു കവറിലായിരുന്നു. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ ലേറ്റ് ആയതുകൊണ്ട് പോരുകയും ചെയ്തു. ആ കാര്യം പിന്നെ മെഴുകുതിരി കത്തിക്കുന്ന കാര്യം വിട്ടുപോയി. പിന്നെ എന്തായാലും അങ്ങനെ വണ്ടർലയിലേക്ക് വരുന്ന അറിയായിരുന്നു. അപ്പോൾ വരുന്ന വഴി കത്തിക്കാന്ന് ചോദിച്ചാൽ അങ്ങനെ പ്ലാൻ ഇട്ടു. അങ്ങനെ വണ്ടിയിൽ ചോർത്തപ്പോ പിന്നെ പ്ലാനൊക്കെ മാറ്റി. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ ദിവസം ഇപ്പൊ ഇന്നായിരുന്നു. അപ്പൊ അങ്ങനെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. നമ്മൾ നേരെ നമ്മുടെ വണ്ടർലയിലേക്ക്. മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഈ നേരം വരെ ശരിക്കും രാവിലെ പോന്നപ്പോ തൊട്ട് ഈ നേരം വരെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പൊ ഒന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. വണ്ടർലാൻഡ് അതെ, ഇപ്പൊ വണ്ടർല, പണ്ട് വീഗാലാൻഡ്. ഇനി നമുക്ക് നമ്മുടെ യാത്ര ഒരു 5 മിനിറ്റും കൂടി ഉള്ളൂ.
5 മിനിറ്റ് കൂടെ കഴിഞ്ഞ് നമ്മൾ വണ്ടർലയിലെത്തും. അപ്പോൾ പോരുന്ന വഴിക്ക് 1-2 സ്ഥലത്തൊക്കെ നമുക്ക് നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. മഴയും ട്രാഫിക് ബ്ലോക്കൊക്കെ കാരണം വഴിയൊക്കെ ഇത്തിരി മോശമായിരുന്നു. പക്ഷെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാതെ പോരാൻ പറ്റി. അപ്പം അങ്ങനെ നമ്മൾ വണ്ടർലയിൽ എത്തിയിരിക്കുന്നു. എൻട്രൻസിൻ്റെ അതിലേതാ നമ്മൾ പോകണം കേട്ടോ. ഇവിടെ ഓൾറെഡി ബസ്സുകളൊക്കെ വന്ന് കിടപ്പുണ്ട്. വേറെയും ആൾക്കാർ വന്നിരിക്കുന്നതാണ്. കുട്ടികളോ വേറെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്ന ബസ്സുകളൊക്കെ കാണാം. നമുക്ക് എൻട്രൻസിൻ്റെ അടുത്തുനിന്നും പിന്നെ ഒരു കുറച്ചും കൂടി എങ്ങനെ പോകാനുണ്ട്. ഒരു ടീം ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും പേരുണ്ട്. എൻ്റെ അമ്മോ, നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വന്നത് നന്നായി. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഞങ്ങളവിടുത്തെ വർക്കിംഗ് ഡേയ്സ് ആണ്. വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് അധികം വലിയ ഇറക്കുണ്ടാവില്ല എന്ന് വിചാരിച്ച് എന്തായാലും വണ്ടി പാർക്ക് ചെയ്യാൻ പോവാ. വണ്ടി പാർക്കിങ്ങിന് ഉണ്ടാവും വണ്ടികൾ കിടക്കുന്ന. അപ്പൊ എന്തായാലും നമ്മൾ ടൈമിന് എത്തിയിട്ടുണ്ട്. നമ്മൾ എത്ര മണിക്ക് എത്തി ആൽവി? 10:45 ഞങ്ങൾ എത്തി. 11 മണിക്ക് കേട്ടോ അവിടെ പാർക്ക് തുറക്കുന്നത് തന്നെ. പിന്നെ ടിക്കറ്റിന്റെ ചാർജ് എന്ന് പറയുന്നത് ആൽവിനെ, ടിക്കറ്റിന്റെ ചാർജ് എത്ര? 1600. എന്ത് കൊടുക്കണം? 1900 സംതിങ് ആണ്. ഓക്കെ. പിന്നെ വിത്ത് ഫുഡ് ആണെങ്കിൽ എന്റെ ടിക്കറ്റിന്റെ കൂടെ 600 എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ വിത്ത് ഫുഡ് കിട്ടും. നമ്മൾ വിത്ത് ഫുഡ് ചെയ്തിട്ടില്ല. നമ്മൾ സാധാ ടിക്കറ്റ് എടുത്തേക്കണം. 1600 രൂപ. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എൻട്രൻസിന്റെ അടുത്ത് തന്നെ നിന്നത് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു റൂട്ട് മാപ്പ് ഒക്കെ തരുന്നുണ്ട്. കാരണം ഓരോ റൈഡ്സുകൾ എവിടെയെന്ന് നമ്മൾ അല്ലെങ്കിൽ അന്വേഷിച്ച് നടക്കേണ്ടി വരും. അപ്പോൾ അത് ആ ഒരു റൂട്ട് മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണാം. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഉള്ളിലേക്ക് കടക്കണം കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ കുറച്ച് വൈകി വരുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. കാരണം ഞങ്ങൾ UP-യിൽ വന്നത് സ്കൂളൊക്കെ തുറന്ന് ഞങ്ങൾ ബിസിയാണ്. ഇന്ന് സ്കൂളിൽ പോകണം. അപ്പോൾ ടൈം കിട്ടാത്തതുകൊണ്ടാട്ടോ ലേറ്റ് ആവുന്നത്. ഇനി നമ്മൾ ലോക്കറിൻ്റെ കീ കിട്ടണമെന്നുണ്ടെങ്കിൽ എൻട്രൻസിലൂടെ നമ്മൾ കടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ലോക്കർ കിട്ടാനുള്ള കീ കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ പോയി നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ലേഡീസിന് സെപ്പറേറ്റ്, ജെൻസിന് സെപ്പറേറ്റ് അങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വയ്ക്കാം. അപ്പോൾ ഞങ്ങൾ ലോക്കറിൻ്റെ താക്കോലൊക്കെ കിട്ടി നമുക്ക്. അപ്പോൾ നമ്മൾ പോയിട്ട് ഡ്രസ്സ്, ആൽവിനൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമായിരുന്നു, ചേട്ടനും. അപ്പോൾ അവർ രണ്ടുപേരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങളിനി മുകളിലേക്ക് കയറണം. മുകളിലെത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്തായാലും ആദ്യം ഡ്രൈ റൈഡ്സുകളുമൊക്കെ ആദ്യം കയറാമെന്ന് വിചാരിച്ചു. കാരണം അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളത്തിൽ കളിക്കുന്നതൊക്കെ ആയിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഡ്രസ്സൊക്കെ നനഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഡ്രൈ റൈഡ്സുമ്പോൾ പോകാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അവരും പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. നമുക്ക് അവിടെയുള്ള സ്റ്റാഫ് പറഞ്ഞു തരുന്നുണ്ട് ആദ്യം ഡ്രൈ റൈഡ്സുമൊക്കെ പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡ്രൈ റൈഡ്സിൻ്റെ അടുത്തേക്ക് പോകണം. ശരിക്കും പറഞ്ഞാൽ എനിക്കും ചേട്ടനും ഒന്നും കയറണമെന്നൊന്നുമില്ല. ഇവർക്ക് വേണ്ടി മാത്രം ജസ്റ്റ് കൂട്ടിന് വന്നിരിക്കുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കണം. പിന്നെ ഞാനടുത്ത് വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ ഒന്ന് ജസ്റ്റ് കൂട്ടത്തിൽ ഇറങ്ങാം അവരുടെ. അല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പം എനിക്ക് കയറാൻ അങ്ങനെ കഴിഞ്ഞ വർഷം പോകുന്നതുകൊണ്ട് തന്നെ അധികം ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഇവർ പോണതൊക്കെ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുക്കുക, ആ കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചാൽ നിൽക്കണം. അപ്പോൾ ഇവർക്ക് ആദ്യം കയറേണ്ടത് റോളർ കോസ്റ്ററുമേ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ റോളർ കോസ്റ്ററിനുള്ള ലൈനിലേക്ക് ഇവർ നീങ്ങിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഓൾറെഡി അവിടെ ഒരു 1 ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോഴേക്കും തന്നെ നമുക്ക് പേടിയാവും മനസ്സിൽ. എനിക്കൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ ഭയങ്കര പേടിയാട്ടോ. ഇവർക്ക് പക്ഷെ അഞ്ജലിക്ക് അലവിനൊന്നും ഒരു പേടിയില്ല. അനിയത്തിയുടെ മോനായാലും റോളർ കോസ്റ്ററുമോ കയറാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാനും പോകണ്ടെന്ന് പറഞ്ഞു. അവരോട് പറഞ്ഞായിരുന്നു കേട്ടോ, ഇഷ്ടമുള്ളതുമ്പോൾ കയറിയാൽ മതി, പേടിയുള്ളതുമ്പോൾ കയറണ്ടാന്ന്. അപ്പൊ എന്തായാലും റോണിനും അത് തന്നെയായിരുന്നു, അവരുടെ ഒപ്പം പോകണമെന്നും പറഞ്ഞ ആഗ്രഹമായിരുന്നു. അപ്പൊ അങ്ങനെ അവർ 3 പേരും കൂടെ ഒരുമിച്ച് അവിടെ ലൈനിൽ നിൽക്കുന്നുണ്ട്. അവരുടെ ടേൺ ആയിട്ടില്ല, അവരുടെ ടേണിനായിട്ട് വെയിറ്റ് ചെയ്യണ്. അപ്പൊ അഞ്ചു പറയുന്നുണ്ട് ആൽവിനിരിക്കുന്ന സീറ്റിൽ ആൽവിൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും കൂട്ടിനില്ലാന്ന്. അപ്പൊ ആൽവിന് പക്ഷെ പേടിയൊന്നുമില്ല കേട്ടോ. ആൽവിന്റെ ഫ്രണ്ടിലെ സീറ്റിൽ തന്നെ വന്നിരിപ്പുണ്ട്. അപ്പൊ അങ്ങനെ അവരുടെ ടേൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവരിനി മുകളിലേക്ക് പറക്കാൻ പോകുന്നുണ്ട്. എനിക്ക് കണ്ടു നിന്ന ഞങ്ങൾക്ക് ഇത് കണ്ടിട്ട് പേടിയാവായിരുന്നു. പക്ഷെ അവർക്ക് അങ്ങനത്തെ അവർ നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്താണ് അവർ പോണേ. അവരൊന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുക. അങ്ങനെയാണ് അവർ പോകുന്നത്. പിള്ളേരൊക്കെ അവർക്ക് നല്ല എൻജോയ്മെന്റ് ആട്ടോ. നമുക്കാണ് പേടി തോന്നുന്നത്. ഞാനൊക്കെ പേടിയുള്ള കൂട്ടത്തിലാണ്.
അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ താഴെ നിൽക്കുന്ന ഞങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട, ഞങ്ങളിവിടെ സെറ്റാണ്, ഒരു കുഴപ്പമില്ല എന്ന്. എന്തായാലും അവർ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു. പിന്നെ അവിടെയൊക്കെ മ്യൂസിക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒറിജിനൽ സൗണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ വെച്ചാണ് ഇവരെല്ലാവരും പോകുന്നത്. ഈ ഒരു സെറ്റിൽ ഈ ഒരു ടീമിലുണ്ടായിരുന്നവരെല്ലാവരും ഒരുപാട് ഒച്ചയും ബഹളമൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്കതുകൂടെ പ്ലേ ചെയ്യാൻ പറ്റില്ല, കാരണം മ്യൂസിക്കും കൂടെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ടേണും വന്നു, ഇവരുടെ റൈഡും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വളഞ്ഞു തിരിഞ്ഞൊക്കെ പോരണേന്നൊന്നും ഒരു പിടുത്തമില്ല. നമ്മൾ വീഡിയോ അങ്ങോട്ടേക്ക് ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും അപ്പോഴേക്കും ഇപ്പുറത്തേക്ക് വരുന്നതാണ്, പിന്നെ ഇപ്പുറത്തുനിന്ന് അങ്ങോട്ടേക്ക് മറിഞ്ഞും തിരിഞ്ഞൊക്കെ വരുന്നുണ്ട്. കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിയാവണ്. ഞങ്ങള് അവിടെ പേടിച്ച് വിറച്ചേട്ടോ നിന്നായിരുന്നത്, കണ്ടുകൊണ്ട് നിന്ന് ഞങ്ങള്. പക്ഷെ അവർക്ക് അങ്ങനെ യാതൊരു ഫീലിംഗും ഉണ്ടായിരുന്നില്ല. അവര് വളരെ ഹാപ്പി ആയിട്ട്, ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല പേടിക്കാനെന്നും പറഞ്ഞ് അവര് ഹാപ്പി ആയിട്ടാണ് ഇറങ്ങി വന്നത്. അങ്ങനെ ആ റൈഡൊക്കെ കഴിഞ്ഞ് ഇതേ വളരെ ഹാപ്പി ആയിട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. 3 പേരും ഒത്തിരി ഹാപ്പി ആയിരുന്നു. അപ്പൊ നമുക്ക് അവരുടെ കമന്റുകൾ കേൾക്കാം. അപ്പൊ ഫസ്റ്റ് സീറ്റിലായിരുന്നു. എന്നിട്ടോ ഇഷ്ടായോ? പേടി തോന്നിയോ? റോഡിന് ഇഷ്ടായോ? എല്ലാരും ആണോ?